ഇക്കാക്ക് നിർബന്ധമാണോ? അതായത് ഞാൻ ഉണ്ടാക്കി കൊടുക്കണം അങ്ങനെ നിർബന്ധമല്ല. അങ്ങനെയൊന്നുമില്ല. ഇല്ല, സാഹചര്യങ്ങളുടെ കാരണം നിക്കാഹ് കഴിഞ്ഞ് പിന്നെ അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പം ഒരാഴ്ച ഞങ്ങള് ഫുഡ് പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ എല്ലാ ദിവസവും ഈ ഹോട്ടലിൽ ഫുഡ് കഴിച്ചപ്പോ ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പിന്നെ നമുക്ക് എപ്പോഴും ഒരു യൂട്യൂബ് ഉള്ളത് കൊണ്ട് പിന്നെ മമ്മീനെ വിളിക്കും, സിസ്റ്റേഴ്സിനെ വിളിക്കും. അങ്ങനെ ഓരോ ഡിഷസ് പഠിച്ച് ചിലപ്പം കടലിൽ നിന്ന് മീൻ ഇങ്ങനെ ഓടും. കടലിൽ നിന്ന് മീൻ ഓടുന്ന പോലെ എന്റെ കറിയിൽ നിന്ന് മീനുകൾ ഒഴുകുകയാണ്. എന്നാലും എന്റെ കഴിക്കും. നോ പ്രോബ്ലം. എന്ത് ചെയ്യും, അല്ലാണ്ട് ഓപ്ഷൻ ഇല്ല. അതെ, അതുകൊണ്ടാ ഇവിടെ നമുക്ക് നിറച്ച് ക്യാമറ. എന്താ ബിഗ് ബോസ് ഇവിടെ ഒരു ക്യാമറ, അവിടെ ഒരു ക്യാമറ. അല്ല, ക്യാമറ അങ്ങനെ പറഞ്ഞതല്ല. സത്യം പറഞ്ഞ വീട്ടിൽ ആദ്യം ക്യാമറ ഉണ്ടായിട്ടില്ല കേട്ടോ. മമ്മിയുടെ ഒരു ഡയമണ്ടിന്റെ ഒരു ഫുൾ സെറ്റ് ഇവിടുന്ന് കളഞ്ഞു പോയി. ആ സമയത്ത് ക്യാമറ ഉണ്ടായിട്ടില്ല. കള്ളന്മാരെന്നല്ല, അത് അറിയില്ല എങ്ങനെ മിസ്സായതാണ് ഇവിടുന്ന്. ഇപ്പൊ നമുക്ക് ആരും പറയാൻ പറ്റില്ല. അങ്ങനെ മമ്മിയുടെ ഒരു ഡയമണ്ട് ഇവിടുന്ന് മിസ്സായതിനു ശേഷമാണ് ക്യാമറ വെക്കേണ്ട ഒരു ഐഡിയ. അതുവരെ ഉണ്ടായിരുന്നില്ല ക്യാമറ. അങ്ങനെയാണ് ഇവിടെ കിച്ചണിൽ ക്യാമറ, ഇവിടെ നമ്മുടെ എന്താ പറയാ കൊലായിലൊരു ക്യാമറ. കൊലായി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെ ഭാഗില് കൊലായി, ഞങ്ങളുടെ കണ്ണൂരിൽ കൊലായി എന്നൊക്കെയാ പറയുന്നത്. ഇത് മുഴുവൻ മമ്മിയുടെ ഇഷ്ടത്തിൽ ചെയ്തതാണ്. ഇത് ഇവിടെ അത് മമ്മിയുടെ ഏരിയ ആണ്. മമ്മിക്ക് ഇഷ്ടത്തിന് കൊടുത്തു. അതെ. ഇനി ഇവിടെ ഒരു വർക്ക് ഏരിയ സെറ്റപ്പ് ആണ്. ഇതൊരു ചെറിയൊരു വർക്ക് ഏരിയ. അപ്പൊ നമ്മുടെ കിച്ചൺ കഴിഞ്ഞു. നമ്മുടെ അടുത്ത ഏരിയ ഹാൾ. ഇത് നമ്മള് വീട്ടിൽ കൂടുമ്പം വാങ്ങിയത് തന്നെയാണ്. ഈ ടേബിള് പഴയ ടേബിൾ തന്നെയാണ്. അതിനൊരു ഗ്ലാസ് പിന്നെ സ്ക്രാച്ച് ചെയ്യപ്പം മാറ്റി. ചെയറൊക്കെ പഴയത് തന്നെയാണ്. ഇത് അല്ല, പഴയതല്ല, ഇത് പുതിയതാ. ഇത് കുഞ്ഞതുപോലെ ഇങ്ങനെ കാണുമ്പോ പക്ഷെ ഇവിടെ സ്പേസ് ഉണ്ട്. ഞാൻ വിചാരിച്ചു ഇത്ര ഇതിൽ എങ്ങനെയാണ് ഇരിക്കുകയാണല്ലേ. ചെറിയ വീടാണ്. ഇതൊക്കെ ഡിസൈൻ ചെയ്തതാരാ? ഇത് വാങ്ങിയതാ, റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ്. ഇതൊക്കെ നമ്മള് പറഞ്ഞില്ലേ, എന്ത് ക്യാമറ ഉള്ള പോലെ തന്നെ എല്ലായിടത്തും ഈ മിറർ ഉണ്ട്. ഇടയ്ക്ക് പോയിട്ട് സിനിമ ആൾക്കാർക്ക് അല്ലെങ്കിലും എല്ലാവർക്കും നമുക്കൊക്കെ ഒന്ന് കണ്ണാടി നോക്കിയില്ലെങ്കിൽ പെൺകുട്ടിയൊക്കെ ഫുള്ള് ഇതിനും ഞാൻ എടുത്തെടുത്ത് ഗോൾഡൻ ടച്ച് എന്ന് പറയുന്നില്ല. ഇനി ഇവിടെ വല്ലതും വന്നാലോ അല്ലെ. മിക്കവാറും ഇന്റർവ്യൂ പുറത്തു വീട്ടിൽ റെയ്ഡ് എന്താ പറയാ. പിന്നെ ഇതാ ഈ ഒരു വാൾപേപ്പേഴ്സ് ഒക്കെ ഞാൻ സെലക്ട് ചെയ്ത് ഞാൻ ചെയ്യിച്ചതാണ്. ചില ആൾക്കാർ പറയും ഇത് ഭയങ്കര ഓവർ ആണല്ലോ വീട്ടിലെന്ന്. ബട്ട് ഓവർ ആയാലും എല്ലാവരും ശ്രദ്ധിക്കും. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ആരത്? അനുഷ്ക ശർമ്മയോ? അയ്യോ, എനിക്ക് വയ്യ. ഇന്ന് എനിക്ക് ഫുഡൊന്നും വേണ്ട കേട്ടോ. എന്റെ സൈസ് കണ്ടിട്ട് വേറെതാണ്. അനുഷ്ക എന്നൊക്കെ പറയുമ്പോ അല്ലെ, ഈ സൈസ് ഇല്ലല്ലോ അന്നത്തെ സൈസ്. എപ്പോഴാണോ ഈ സൈസ് ഒക്കെ എത്തുമല്ലേ? ഞാൻ അതാണ് വിചാരിക്കുന്നത്. അതുപോലെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു പെട്ടെന്ന് ഞെട്ടിച്ചുകൊണ്ടൊരു ഇത് വരും പോസ്റ്റ്. ആഫ്റ്റർ ഡെലിവറി, ബിഫോർ ഡെലിവറി. അതുപോലെ മെലിയും ചെയ്യുമല്ലോ നിങ്ങൾ. ചെയ്യണ്ടേ? നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്. എല്ലാ നടിമാർക്കും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ എല്ലാ നടിമാരെ പോലെ ഞാൻ ആവോന്ന് എന്റെ പേടി.